കുറച്ചധികം ദിവസമായി കൂട്ടുകറി ഉണ്ടാക്കി ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കണം എന്ന് തന്നെ തോന്നുന്നു കേട്ടോ. സദ്യക്ക് മാത്രമൊക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുക. പിന്നെ വല്ലപ്പോഴാണ് ഉണ്ടാക്കുക. കായുള്ളപ്പോൾ ചേന ഉണ്ടാവില്ല, ചേനയുള്ളപ്പോൾ കടല വെള്ളത്തിലിടാൻ മറന്നു, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇന്നലെ എന്തായാലും ഞാൻ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. ഒരു 3-4 വിസിലൊക്കെ വന്നോട്ടെ. ഒരു 2 പച്ചക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ചേനയും വേണം. ചേന എടുക്കുന്ന സമയത്ത് ചൊറിയും കേട്ടോ. അപ്പോൾ മൂത്ത ആരെങ്കിലും അമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് വെട്ടിക്കാം. ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയതിന് ശേഷം ചേന കട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നല്ലപോലെ കൈ ചൊറിയും. എല്ലാം കൂടെ നല്ലപോലെ കഴുകിയിട്ട് മാറ്റി വെക്കുക. കടല വെന്തതിന് ശേഷം ഒരു പകുതി വേവായി കഴിഞ്ഞാൽ കറിവേപ്പിലയും പച്ചമുളകും ഈ ചേനയും കായും ഒക്കെ അതിലേക്കിട്ട് കുറച്ചും കൂടെ മസാലപ്പൊടികളൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2 ഫ്ലെയിം വന്നോട്ടെ കേട്ടോ. പിന്നെ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങയും കുറച്ചധികം ചെറിയുള്ളിയും നല്ല ജീരകവും കൂടി ഇട്ടിട്ട് ഈ ഒരു പരിവാകുന്നവരെ വറക്കണം. ഇനി അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ, ഒരുപാട് അരയാൻ പാടില്ല കേട്ടോ. പിന്നെ ഏതാ കടലയും കായൊക്കെ ചേനയൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്നങ്ങ് ഉടച്ചു കൊടുക്കണേ, കുറച്ചധികം ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഈ അരപ്പും കൂടി അതിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ ഈ കൂട്ടുകറിക്ക് ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ, ഒരു 2 ടീസ്പൂൺ ശർക്കര കൂടെ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ കൂട്ടുകറീൻ്റെ വറവാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ശർക്കരയൊക്കെ ചേർക്കുക. വറവിടാൻ വേണ്ടിയിട്ട് പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയൊന്നും കുറയ്ക്കേണ്ട കേട്ടോ, കുറച്ചധികം ഇടുക. അതിലേക്ക് കടുക് പൊട്ടിക്കുക, കുറച്ചധികം തേങ്ങാ കൊത്ത് വേണം, അതും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ കൂടെ കൂട്ടി നല്ലപോലെ മൂത്ത് വരുന്ന പോലെ ഇളക്കിയതിന് ശേഷം വറവും കൂടി ഇട്ടാൽ നല്ലപോലെ ചോറിന് കൂട്ടി തിന്നാട്ടോ. ഒരു സദ്യ കഴിച്ച ഫീലാണ്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ബൈ.